യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലതെറ്റിയ സാഹചര്യമാണുള്ളത്. യു ഡി എഫ് വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിന് ക്ഷതമേൽക്കുന്ന തെറ്റായ പല നിലപാടുകളുമാണ് സ്വീകരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഏത് വിധേനയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് ഇപ്പോൾ അപകടകരമായ ബാന്ധവങ്ങളിലേക്കാണ് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് യു ഡി എഫിലെ പുതിയ ഘടകകക്ഷിയായി മാറിയിട്ടുള്ളത്. ഔപചാരികമായി ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂന്നാമത്തെ ഘടകകക്ഷിയാണ് എന്ന നിലയിലാണ് കാര്യം. ജമാഅത്തെ ഇസ്ലാമി എക്കാലവും മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിച്ചത്. RSSനെ അതിശക്തമായി നമ്മുടെ മതനിരപേക്ഷ സമൂഹം എതിർക്കുന്നത് മതരാഷ്ട്ര നിലപാടിന്റെ പേരിലാണ്. RSSന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം. രണ്ടും സമൂഹത്തെ അപകടത്തിലേക്കാണ് നയിക്കുക. ഇരു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ വർഗീയ താല്പര്യങ്ങളുമായി യു ഡി എഫ് ഔപചാരികമായി തന്നെ ബന്ധപ്പെടുകയാണ്, ബാന്ധവത്തിൽ ഏർപ്പെടുകയാണ്. ഇപ്പോൾ പാറശാലയിൽ നിന്നൊരു വാർത്ത വന്നു. അവിടെ RSSന്റെ നേതാവായ ബേബി കുമാർ, അദ്ദേഹം RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ അവരുടെ പഥസഞ്ചലനത്തിൽ അവരുടെ ഔദ്യോഗിക യൂണിഫോമിൽ നേതൃത്വം കൊടുത്ത മുഴുവൻ സമയ RSS പ്രവർത്തകനാണ്. അദ്ദേഹമാണ് പാറശാലയിൽ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ RSSുമായി ഇങ്ങനെയുള്ള പ്രാദേശിക നീക്കുപോക്കുകൾ തെക്കൻ കേരളത്തിൽ ഉണ്ടാവും. കേരളത്തിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെടുത്തു എന്ന നിലയിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്യും. ഇതെല്ലാം മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നടപടികളാണ്. പക്ഷെ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വോട്ടർമാർ ഇത്തരം തെറ്റായ നിലപാടുകളെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം. നാടിന്റെ സമാധാന അന്തരീക്ഷം എക്കാലവും നിലനിൽക്കണം. ജനപക്ഷ വികസന കാഴ്ചപ്പാടുകൾ കൂടുതൽ ശക്തിപ്പെടണം. പ്രാദേശിക വികസനം കൂടുതൽ ഊർജിതമാവണം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പൊതുവിൽ മുൻപോട്ട് വെക്കുന്നത്.